16 പേരുടെ പേരാണ് നമ്മളെ തന്നിരിക്കുന്നത്. അതിനകത്ത് ഏകദേശം 10 ജനറൽ സീറ്റിലാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന്. ഔദ്യോഗികമായിട്ട് ഇവര് വാർഡ് നമ്പർ 2 റസ്ന സാഹിബ്, വാർഡ് നമ്പർ 3 നമ്മുടെ എല്ലാം പ്രിയങ്കരനായ KA മാഹി, വാർഡ് നമ്പർ 4 ഭീമ നാസർ പഴയ മെമ്പറാണ്, വാർഡ് നമ്പർ 5 അബ്ദുൽ ഖാദർ നമ്മുടെ എല്ലാം എവിടെ നിന്നാലും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ എവിടെയും നിന്ന് ജയിക്കാൻ സാധിക്കുന്ന അബ്ദുൽ ഖാദർ കാക്ക. വാർഡ് നമ്പർ 9 നമുക്കെല്ലാം പ്രിയങ്കരനായ CP ബാസിൽ, വാർഡ് നമ്പർ 10 അഫ്സൽ വെള്ളുപ്പറമ്പൻ തിരിച്ചെടുക്കാൻ കഴിയുന്നത്, വാർഡ് നമ്പർ 11 ഷക്കീല ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം നമ്മളാണ്, വാർഡ് നമ്പർ 12 റഷീദ് അണ്ണാപ്പറമ്പൻ, വാർഡ് നമ്പർ 14 അമീൻ പിട്ടേൻ യൂത്ത് ലീഗ്, വാർഡ് നമ്പർ 15 അഫ്സാൻ മുർക്കോലി, വാർഡ് നമ്പർ 16 തസ്ലിം സിറാജ്, നമ്മുടെ സിറാജിന്റെ വൈഫാണ്, എല്ലാവർക്കും അറിയാം. അന്നേരം വാർഡ് നമ്പർ 17 അഡ്വക്കേറ്റ് BP നാസർ, വാർഡ് നമ്പർ 18 സൈമുനൈസ സാദിഖ്, വാർഡ് നമ്പർ 19 സാജിദ് ഇഞ്ചക്കാട്, വാർഡ് നമ്പർ 20 നസിയ നസീർ, വാർഡ് നമ്പർ 21 നമ്മളെല്ലാം പയ്യനായ അൻവർ അലിയാർ. ഈ ഇത്രയും സ്ഥാനാർത്ഥികളെയും നമ്മൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇവരെ എല്ലാവരെയും ജയിപ്പിച്ച് ഈ പറയുന്ന പോലെ 13-ാം തീയതി നമുക്ക് എല്ലാവർക്കും ഈ ടൗണിൽ ഒത്തുചേർന്ന് ഇവരുടെ എല്ലാ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മണ്ഡലത്തില് ആദ്യമായി എല്ലാ ചർച്ചകളും കഴിഞ്ഞ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ വെച്ച് ആദ്യം ഈരാറ്റുപേട്ടയാണ്. മറ്റു സ്ഥലങ്ങളിലൊന്നും ഇപ്പോഴും ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകളും മറ്റു സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളും അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വ്യത്യസ്തമായി ഇന്ന് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ കോട്ടയം ജില്ലയിൽ മുസ്ലിം ലീഗ് ഈരാറ്റുപേട്ടയിൽ വിവിധ കക്ഷി രാഷ്ട്രീയ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ അതിലേക്ക് എത്തിയ നമ്മുടെ നേതാക്കന്മാർ ഏതാണ്ട് ഒരു മാസക്കാലമായി വാർഡ് തലങ്ങളിലും വീട് വീടാന്തരം കയറി ഇറങ്ങിയും നമ്മുടെ ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്നതിന് സ്ഥാനാർത്ഥിമാരെ കണ്ടെത്തുകയും വിവിധ ചർച്ചകൾ ഉപചർച്ചകളൊക്കെ രാത്രി ഏതാണ്ട് വൈകിയൊക്കെ സ്വന്തം ഭവനങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. എല്ലാം വലിയ ഭംഗിയായി അത് നിറവേറ്റിയതിൻ്റെ ചാരിതാർത്ഥ്യം ഈ പാർലമെന്റ് ബോർഡ് അംഗം എന്ന നിലയിൽ എനിക്കും ഈ ഗ്രൂപ്പുകൾക്കുമുണ്ട് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഘടകകക്ഷികൾ ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും വെൽഫെയർ ആണെങ്കിലും അതാത് മേഖലകളിൽ ജനറൽ സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളെ പ്രവർത്തകരുടെ വികാരം അതാണ് ഏറ്റവും പ്രധാനം. അത് മാനിച്ചുകൊണ്ട് ഘടകകക്ഷികളിൽ നിന്നൊക്കെ ജനറൽ സീറ്റുകൾ നമ്മൾ വാങ്ങി അവർക്ക് അതിനുതകുന്ന തരത്തിലേക്ക് ഉള്ള ബദൽ സംവിധാനം ഒരുക്കിയിട്ടാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. നമുക്കൊക്കെ അറിയാം, 2-ാം വാർഡ് മുതൽ 21-ാം വാർഡ് വരെ ഏതാണ്ട് 16 സ്ഥാനാർത്ഥിമാരാണ് മുസ്ലിം ലീഗിന് മത്സരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിമാരെയൊക്കെ വിജയിപ്പിക്കുന്നതിന് ഉള്ള നീക്കുപോക്കുകൾ ഏറ്റവും പ്രധാനമായി ആ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ 2-ാം വാർഡ് മുതൽ വാർഡ് കമ്മിറ്റിയുടെ ചുമതലയായിരുന്നു ആ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുക, തിരഞ്ഞെടുക്കുക എന്നൊരു ദൗത്യം. നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഈ വേദിയിൽ നിൽക്കുന്നത്. ഈ സ്ഥാനാർത്ഥികളെ നിർണയിച്ച ഈ വാർഡ് കമ്മിറ്റികൾ ഇപ്രാവശ്യം മുസ്ലിം ലീഗിന്റെ ഒരു ഇടപെടലുകളും ഒരിടത്തും ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഒരു ജില്ലയിലെ ഒരു വാർഡിൽ പോലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ജില്ലാ കമ്മിറ്റി ഇടപെടത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരു ഇടപെടലുകളും ഇല്ലാതെ വാർഡിൽ നിന്നും നിങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളെ വെച്ച് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം 16 സ്ഥാനാർത്ഥികളെ
ഇതിൽ അഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യം യുവാക്കളുടെ ഒരു നില തന്നെയാണ് ഇപ്രാവശ്യം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി എന്റെ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ കാക്കാണ് പിന്നിൽ. അദ്ദേഹം ചെറുപ്പമായി നമ്മുടെ റഷീദ് പിന്നിൽ പിന്നിൽ ഈ യുവാക്കള് ഒന്നിച്ച് നിലനിൽക്കുമ്പോൾ നമ്മൾ ഈരാറ്റുപേട്ടയിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നോ ഈരാറ്റുപേട്ടയിൽ നമുക്കൊരു വ്യത്യസ്തമായ തലങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിക്കും മുസ്ലിം ലീഗ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന UDF സംവിധാനത്തിനും കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. യൂത്ത് ലീഗിന് ഇത്രയും പ്രാതിനിധ്യം കൊടുത്ത ഒരു ജില്ല തെക്കൻ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ കാണത്തില്ല. കാരണം യൂത്ത് ലീഗിന്റെ നിലവിലെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നമ്മുടെ അമീൻപേട്ടയില് യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മുടെ KM മാഹിൻ, അതുപോലെ തന്നെ മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് BP നാസർ, അതുപോലെ തന്നെ നമ്മുടെ അൻവർ അലിയാർ, ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചത്തോടെയുള്ള സ്ഥാനാർത്ഥികളാണ് നമ്മളുള്ളത്. ഇനി നമ്മൾ ഇവരെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ദൗത്യമാണ് നമുക്കുള്ളത്. രാത്രി പകലാക്കി മുഴുവൻ സമയം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചത്. നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഘടകകക്ഷികളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ് നമുക്ക് 10 ജനറൽ സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കാൻ അവസരം കിട്ടിയത്. കാരണം കോൺഗ്രസ് മത്സരിച്ചിരുന്ന കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്ന ആ വാർഡ് വിട്ടുകൊടുത്ത് അഡ്വക്കേറ്റ് നാസറിന് മത്സരിക്കാനും 8ാം വാർഡിൽ സുനിൽകുമാറിനെ നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാനും ഒക്കെ സമ്മതിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുപോലെ വെൽഫെയർ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം ടൗൺ വാർഡിൽ മത്സരിച്ചിരുന്ന അവർ ഇത്തവണ ജനറൽ സീറ്റ് ആയപ്പോൾ അൻവർ അലിയാർക്ക് വേണ്ടി ആ സീറ്റ് വിട്ടുവന്നത് വെൽഫെയർ പാർട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും കിട്ടാത്ത തീക്കോയ് പഞ്ചായത്തിലും പൂഞ്ഞാറ് പഞ്ചായത്തിലും മുസ്ലിം ലീഗിന് ഒരു സീറ്റ് നൽകി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഘടകകക്ഷികളെ ഒരിക്കലും തള്ളിപ്പറയാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ ഈരാറ്റുപേട്ടയിൽ 10 ജനറൽ സീറ്റ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ബിലായി പറഞ്ഞതുപോലെ വളരെ അത്ഭുതകരമാണ്. കാരണം എല്ലാവരും നമ്മളെ സഹായിച്ച ഘടകകക്ഷികളൊക്കെ നന്നായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നല്ല നല്ല സ്ഥാനാർത്ഥികൾ ഓരോ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി അതിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും അപശബ്ദം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ജില്ലാ കമ്മിറ്റിക്ക് വളരെ സമാധാനമുണ്ട്. ഒരു പരാതി പോലും ജില്ലാ കമ്മിറ്റി ഇവിടെ നിന്ന് എത്തിയിട്ടില്ല, ഒരു സ്ഥലത്തുനിന്ന് എത്തിയിട്ടില്ല. മറ്റു സ്ഥലങ്ങളിലൊക്കെ പരാതി പരിഹരിക്കാൻ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ രാവും പകലും ഓടി നടക്കുമ്പോൾ ഈരാറ്റുപേട്ടയെ പറ്റി ഒരു പരാതി പോലും ജില്ലാ കമ്മിറ്റിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. കാരണം അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി എടുത്തു പറയത്തക്ക 3-4 വ്യക്തിത്വങ്ങൾ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിലുണ്ട്. CD ഹാഷിം കരീം സാഹിബിന്റെ കാലം മുതൽ ഇത്രയും വർഷവും ഒരാൾ പോലും തോക്കാതെ സംരക്ഷിച്ചു കൊണ്ടുവന്ന ആ വാർഡിൽ ഇത്ര ജനറൽ സീറ്റ് ആയപ്പോൾ ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ പാർട്ടിയെ നയിച്ചോളാം എന്ന് പറഞ്ഞ് സ്വയം സ്ഥാനാർത്ഥിത്വം വേണ്ടാന്ന് വെച്ചിട്ട് ആ സ്ഥാനത്ത് ആ വാർഡിലേക്ക് മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയായ ശ്രീ ബാസിറ്റിനെ നിർദ്ദേശിച്ച വാർഡുകാരുടെ അഭിപ്രായം കൊണ്ട് അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് ശ്രീ ബാസിറ്റിനെ ആ വാർഡ് നമ്മളെ ചെൽപ്പിച്ചിരിക്കുന്നത്.